PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 ആദ്യ 2 ഘട്ട പരീക്ഷകൾ കഴിഞ്ഞിരിക്കുകയാണ്. 3-ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതാ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ LGSന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ LGS 2024 ബൈ ബീന എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലുള്ള വീഡിയോസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കണ്ടിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം ആരും മറക്കരുത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തവർക്ക് കൃത്യമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണെങ്കിലും PSC സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ലഭിക്കാനാണെങ്കിലും PDF നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഇതെല്ലാം ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 1, 3, 4. ആരൊക്കെയാ? ആനി ബസന്റ്, S സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. ആനി ബസന്റ്, S സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക് എന്നിവരാണ് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ശരിയല്ലാത്തത്. ഒന്നെന്താ? ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. 1-ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെ ആണ്. മംഗൾ പാണ്ഡെ. സോ അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് തെറ്റിപ്പോയത്. ബാക്കി രണ്ടും കറക്റ്റാണ്. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. അത് രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മൾ ഈ വായിക്കുന്ന ഓരോ ചോദ്യവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ പോയിന്റ്സും കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 4 മാത്രം എന്നുള്ളതാണ് ശരിയല്ലാത്തത്. ബാക്കി 3ഉം ശരിയാ. ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പോൾ ഇവിടെ ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2-ാം വട്ടമേശ സമ്മേളനം നടക്കുന്ന വർഷം 1931 1931. ഇനി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ തന്നെയാണ് കോൺഗ്രസ് പങ്കെടുക്കുന്നതും. കോൺഗ്രസ് പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ചോദിച്ചാലും ഏത് തന്നെയാണ്? 2-ാം വട്ടമേശ സമ്മേളനമാണ്. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ചോദിച്ചു കഴിഞ്ഞാൽ 112 പ്രതിനിധികളാണ് മൊത്തം പങ്കെടുത്തത്. ഇനി നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ് 1ഉം 2ഉം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തത് സർ CP രാമസ്വാമി അയ്യറാണ്. സർ CP രാമസ്വാമി അയ്യറാണ് 1ഉം 2ഉം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ഇനി 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ദേശീയ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിക്കും. അത് ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവുമാണ്. തേജ് ബഹാദൂർ സപ്രുവും ഡോക്ടർ BR അംബേദ്കറുമാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ നമ്മളോട് സ്ഥിരം ചോദിക്കുന്നതാണ്. അത് ഓർത്തിരിക്കുക. ദെൻ ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടെ ലാസ്റ്റ് പോയിന്റ് തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത് ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണെന്നാണ് അല്ലേ.
അപ്പോൾ അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എപ്പോഴാണ് ലാസ്റ്റ് വന്നത്? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അവസാനമായിട്ട് ഗാന്ധിജി വന്നത്. അപ്പോൾ ഈ 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ വർഷം എന്തൊക്കെയായി ബന്ധപ്പെട്ടാന്നും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് 1920 ഓഗസ്റ്റ് 18-നാണ്. 1920 ഓഗസ്റ്റ് 18-ന് ഖിലാഫത്തിന്റെ പ്രചരണാർത്ഥമാണ് വരുന്നത്. ഖിലാഫത്ത് പ്രചരണാർത്ഥം. ഇനി രണ്ടാമതായിട്ട് 1925 മാർച്ച് 8-നാണ് വരുന്നത്. 1925 മാർച്ച് 8-നാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് വരുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് 1927 ഒക്ടോബർ 9-നാണ്. 1927 ഒക്ടോബർ 9-നാണ് വരുന്നത്. അത് തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ്. തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട്. നാലാമതായിട്ട് വരുന്നത് 1934 ജനുവരി 10-നാണ്. 1934 ജനുവരി 10-ന് ഹരിജൻ ധനസമാഹരണത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അവസാനമായിട്ട് 1937 ജനുവരി 12-നാണ് വരുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെടുത്തി. ഇങ്ങനെയാണ് 5 തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ഇങ്ങനെ ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി. ഇവിടെ ജാലിയൻ വാലാബാഗിന്റെ വർഷം വിത്ത് ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. 1919 ഏപ്രിൽ 13-ആണ്. 1919 ഏപ്രിൽ 13-ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി. എവിടെ വെച്ചാണ് നടക്കുന്നത്? അമൃത്സർ. ഏത് നഗരത്തിൽ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൃത്സർ നഗരത്തിൽ വെച്ചാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ സമയത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ആരാ? ചെംസ്ഫോർഡ് പ്രഭുവാണ്. ചെംസ്ഫോർഡ് പ്രഭുവാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. ഇനി ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത് എന്ന് ചോദിക്കും. ആരുടെയാണ്? ഡോക്ടർ സത്യപാൽ, അതുപോലെ തന്നെ ഡോക്ടർ കിച്ലു എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ്. ഡോക്ടർ സത്യപാൽ, ഡോക്ടർ കിച്ലു എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത്. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായിട്ട് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ആരാണ് എന്ന് ചോദിക്കും. ഉദ്ധം സിംഗ് ആണ്. ആരാണ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത്? ഉദ്ധം സിംഗ് ആണ്. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. 1940 ജൂലൈ 31-നാണ് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ചോദിക്കും. റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ബംഗാളാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ബംഗാളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ബംഗാളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ബംഗാൾ വിഭജനം ഓർത്തിരിക്കണം. ബംഗാൾ വിഭജിക്കപ്പെട്ടത് എപ്പോഴാണ്? 1905 ജൂലൈ 20-നാണ്. 1905 ജൂലൈ 20 ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരാ? കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഇനി ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ആരാണ് വൈസ്രോയി എന്ന് ചോദിച്ചാൽ മിന്റോ പ്രഭുവാണ്. മിന്റോ സെക്കൻഡ് ആണ് കേട്ടോ. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് മിന്റോ സെക്കൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാന്ന് ചോദിച്ചാലോ? ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത് 1911-ലാണ്. ആരാണ്? ഹാർഡിഞ്ച് 2 ആണ്. ഹാർഡിഞ്ച് 2 കേട്ടോ. അപ്പൊ ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ, നിലവിൽ വരുമ്പോൾ മിന്റോ സെക്കൻഡ്, റദ്ദാക്കിയത് ഹാർഡിഞ്ച് 2 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്. അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആര് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആരാണ്?
ഉത്തരം ഓപ്ഷൻ ബി ആണ്. മൗലാന അബുൽ കലാം ആസാദ് ആണ്. മൗലാന അബുൽ കലാം ആസാദ് ആണ് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്ന അതേ പത്രങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ SCERT പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പത്രങ്ങൾ ഓർത്തിരിക്കുക. ഹിന്ദു, സ്വദേശി മിത്രം എന്നിവ ആരുടെയാണ്? G. സുബ്രഹ്മണ്യ അയ്യരുടേതാണ് ഹിന്ദു, സ്വദേശി മിത്രം. അതുപോലെ അമൃത ബസാർ പത്രിക ആരുടെയാ? ശിശിർ കുമാർ ഘോഷിൻ്റെയാണ് അമൃത ബസാർ പത്രിക എന്ന് പറയുന്നത്. ബോംബെ സമാചാർ ഫർദൂർജി മർസിബാന്റെ ആണ് ബോംബെ സമാചാർ. ദെൻ ബാലഗംഗാധര തിലകിന്റെ പത്രം സ്ഥിരം ചോദ്യമാണ്. കേസരി മറാത്ത എന്നിവ ആരുടെയാണ്? ബാലഗംഗാധര തിലകിന്റെ പത്രമാണ്. ബംഗാളി എന്ന് പറയുന്ന പത്രം ആരെയാ? സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ്. ബംഗാളി എന്ന് പറയുന്ന പത്രം സുരേന്ദ്രനാഥ ബാനർജി. ദെൻ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുടേതാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് എന്ന് പറയുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് എന്ന് പറയുന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദെൻ ചോദിക്കുന്നതാണ് ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരുടെയാ? ആനി ബസന്റിൻ്റെതാണ്. ദെൻ യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്നിവ ഗാന്ധിജിയുടെ പത്രങ്ങളാണ്. ഏതൊക്കെയാണ്? യങ് ഇന്ത്യ, അതുപോലെ ഹരിജൻ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ എന്നിവ ആരുടെയാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയുടേതാണ്. അൽ ഹിലാൽ നമ്മൾ പറഞ്ഞു, മൗലാന അബുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടേതാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ് നേഷൻ എന്ന് പറയുന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. രാജാറാം മോഹൻ റോയിയുടെ പത്രം എന്ന് പറയുന്നത് സമ്പാദ് കൗമുദി. അതുപോലെ തന്നെ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നതും ആരുടെയാണ്? രാജാറാം മോഹൻ റോയിയുടേതാണ്. പിന്നെ യുഗാന്തർ എന്ന് പറയുന്ന പത്രം ആരുടേതാണെന്ന് ചോദിക്കാം. യുഗാന്തർ എന്ന് പറയുന്ന പത്രം അരബിന്ദ ഘോഷ്. തത്വബോധിനി എന്ന് പറയുന്ന പത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ ദേബേന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. തത്വബോധിനി, ഇന്ത്യൻ മിറർ ഇതൊക്കെ ദേബേന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. പിന്നെ കോമ്രേഡ് എന്ന് പറയുന്ന പത്രം മൗലാന മുഹമ്മദ് അലിയുടേതാണ്. കോമ്രേഡ്. ബോംബെ ക്രോണിക്കിൾ എന്ന് പറയുന്ന പത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ ഫിറോസ് ഷാ മേത്തയുടേതാണ് ബോംബെ ക്രോണിക്കിൾ എന്ന് പറയുന്നത്. ലീഡർ എന്ന് പറയുന്ന പത്രം മദൻ മോഹൻ മാളവ്യയുടേതാണെന്ന് ഓർത്തിരിക്കുക. ഇനി സ്വാമി വിവേകാനന്ദന്റെ പത്രങ്ങളാണ് ഉദ്ബോധൻ, പ്രബുദ്ധ ഭാരത് എന്ന് പറയുന്നവ കേട്ടോ. ഉദ്ബോധൻ, പ്രബുദ്ധ ഭാരത് സ്വാമി വിവേകാനന്ദന്റെ പത്രമാണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന പത്രം മോത്തിലാൽ നെഹ്റുവിൻ്റെതാണ്. ഹിന്ദുസ്ഥാൻ ടൈംസ് ആരുടേതാണ്? KM പണിക്കരുടേതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്നത്. മൂകനായക് ബഹിഷ്കൃത ഭാരത് എന്ന് പറയുന്ന പത്രം BR അംബേദ്കറുടേതാണ്. ഓർത്തിരിക്കുക, മൂകനായക് ബഹിഷ്കൃത ഭാരത് BR അംബേദ്കർ. ഇത്രയും അറിഞ്ഞിരിക്കണേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരി. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. ദെൻ മൗലികാവകാശങ്ങൾ 6 എണ്ണം ഉണ്ട്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇത്രയും ശരിയാണ്. ഇവിടെ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി, അല്ലെ? ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത് 4-ാം അധ്യായത്തിലാണ്. ദെൻ 6 മൗലിക അവകാശങ്ങളാണെന്ന് പറഞ്ഞു. ഭരണഘടനയുടെ ആമുഖം ജവഹർലാൽ നെഹ്റു, ലിഖിത ഭരണഘടനയാണ്. ഈ മൗലിക അവകാശങ്ങൾ 6 എണ്ണം, അതിൽ പെടാത്തതേത് പെടുന്നതേതെന്നൊക്കെയാണ് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുക. അപ്പൊ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? 6 എണ്ണം. സമത്വത്തിനുള്ള അവകാശം, അല്ലെ? സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ളത്
25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം 29, 30. പിന്നീട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് 32 മുതൽ 35 വരെ. ഇതാണ് 6 മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് എപ്പോഴും മൗലിക അവകാശങ്ങളിൽ 7 ഉണ്ടായിരുന്നു, സ്വത്തവകാശം നീക്കം ചെയ്തു. ഏതാണ് ഭേദഗതി? 1978 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. സ്വത്തവകാശം നിലവിൽ നിയമാവകാശമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 300A ഇപ്പോൾ നിലവിൽ സ്വത്തവകാശം ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. കണ്ടോ, അപ്പൊ മൗലിക അവകാശങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം നമ്മളിപ്പോൾ പറഞ്ഞു 29, 30. പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. ഇവിടെ സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം, ഇത് രണ്ടും വരുന്നത് നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, അതിലാണ് വരുന്നത്. നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ് സൗജന്യ നിയമസഹായവും ലഹരി വസ്തുക്കളുടെ നിരോധനവും. അപ്പൊ ഇതില് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങളിൽ വരുന്നതാണ് ഈ ലഹരി വസ്തുക്കളുടെ നിരോധനം എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങളിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ലഹരി വസ്തുക്കളുടെ നിരോധനം എന്ന് പറയുന്നത്. കൂടാതെ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, ഇതെല്ലാം നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിജിയുടെ ആശയങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ലഹരി വസ്തുക്കളുടെ നിരോധനം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എത്രയാണ്? 47 ആണ്. 47ാം ആർട്ടിക്കിളാണ് ലഹരി വസ്തുക്കളുടെ നിരോധനം എന്ന് പറയുന്നത്. സൗജന്യ നിയമസഹായം എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 39A ആണ്. 39A ആണ് സൗജന്യ നിയമസഹായത്തെക്കുറിച്ച് പറയുന്നത്. 39A. ഇനി എപ്പോഴും ചോദിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിലെ ഒരു ആർട്ടിക്കിളാണ് 39D. അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 39D എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 40 ചോദിക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിർദ്ദേശക തത്വങ്ങളുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകിയിട്ടുള്ള കമ്മിറ്റി. അപ്പോൾ മൗലിക കടമകൾ എന്ന് പറയുന്നത് 11 എണ്ണമാണെന്ന് നമുക്കറിയാം. ആദ്യം 10 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. അപ്പോൾ 10 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 11ാമതായിട്ട് കൂട്ടിച്ചേർത്തത് 86ാം ഭേദഗതിയിലൂടെ 2002 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ കടമയായിട്ട് കൂട്ടിച്ചേർത്തത് എന്ന് നമ്മളും പഠിച്ചിട്ടുണ്ട്. അതും ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബ്രിട്ടൻ ആണ്. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ബ്രിട്ടൻ ആണ്. ഇനി ഇതുമായി ബന്ധപ്പെടുത്തി ചോദിക്കുന്നതാണ്, ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുത് ചോദിച്ചാൽ. ഇനി ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ളത് അമേരിക്കയാണ്. അമേരിക്കയാണ് ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചാലും ഏത് തന്നെയാണ്? അതും അമേരിക്ക തന്നെയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3 മാത്രം. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ആമുഖ പ്രകാരം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത് ആമുഖ പ്രകാരം.
അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് USA കയ്യിൽ നിന്നാണ്, അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നത്. ഈ ഭരണഘടനയുടെ ആമുഖം എന്താണ്, അതിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. അതാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം ആരംഭിക്കുന്നത്. ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26 ആമുഖം നിലവിൽ വരുന്നത്. ഈ ആമുഖത്തിൽ ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി നടത്തിയിട്ടുള്ളൂ. അത് ഏത് ഭേദഗതിയാ? 1976 42 ഭേദഗതിയാണ് ഒരേ ഒരു തവണ ആമുഖത്തിൽ ഭേദഗതി നടത്തിയിട്ടുള്ളത്. ആ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സോഷ്യലിസം, അതുപോലെ മതേതരത്വം, ദെൻ അഖണ്ഡത എന്നീ വാക്കുകൾ ആമുഖത്തിൽ ഭേദഗതി വരുത്തി. 42 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വേർഡുകളാണ് ഏതൊക്കെ? സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നീ വാക്കുകൾ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ചോദിക്കാറുണ്ട്. 1949 നവംബർ 26 ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു തീയതി എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. എന്തൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ആമുഖത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ. അപ്പോൾ കടമെടുത്ത രാജ്യങ്ങൾ, ഉത്തരം ഓപ്ഷൻ എ ആണ്. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അവശിഷ്ട അധികാരങ്ങൾ കാനഡയുടെ കയ്യിൽ നിന്നും. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ട അധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? ശരിയായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 1ഉം മാത്രം. അതായത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരം ഉള്ളൂ. കറക്റ്റ് ആണ്. പിന്നെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് അധികാരമുള്ളത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം ഉണ്ടാവുമെന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. സംസ്ഥാന ഗവൺമെന്റുകൾക്കല്ല, കേന്ദ്ര ഗവൺമെന്റുകൾക്കാണ് അവിടെ അധികാരം ഉണ്ടായിരിക്കുക. ഇത് ഏത് ലിസ്റ്റിലും, യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും സംസ്ഥാന ലിസ്റ്റിലും ഒക്കെ പെടാത്തതാണ്. ഇപ്പം നമുക്ക് സൈബർ നിയമങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റുകൾക്കാണ്. അടുത്തത്, പോലീസ് യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. പോലീസ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലല്ല, പിന്നെ ഏതിലാണ്? സംസ്ഥാന ലിസ്റ്റിലാണ്, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പോലീസ് വരുന്നത്, യൂണിയൻ ലിസ്റ്റിൽ അല്ല. അതുകൊണ്ടാണത് തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എ, ബി, ഡി എന്നിവ തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ആദ്യം വായിക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളത് കറക്റ്റാണ്. ബാക്കി 3ഉം എന്തുകൊണ്ട് തെറ്റി? ലോക്സഭ ഒരു സ്ഥിരം സഭയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. കാരണം എന്താ? ലോക്സഭയല്ല സ്ഥിരം സഭ, രാജ്യസഭയാണ് സ്ഥിരം സഭ എന്ന് പറയുന്നത്. രാജ്യസഭയാണ് സ്ഥിരം സഭ എന്ന് പറയുന്നത്. ലോക്സഭയ്ക്ക് എന്തുണ്ട്? കാലാവധിയുണ്ട്. ലോക്സഭയ്ക്ക് കാലാവധിയുണ്ട്. ലോക്സഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. 5 വർഷമാണ് ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത്.
പിന്നെ അടുത്തത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ച്, അതായത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അനുസരിച്ചിട്ടാണ്. ലോക്സഭയിലെ അംഗങ്ങളെയാണ് FPTP സമ്പ്രദായം അഥവാ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അനുസരിച്ച് തിരഞ്ഞെടുക്കുന്നത്. ഇനി രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ലോക്സഭയുടെ അധ്യക്ഷനാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണിത് തെറ്റിപ്പോയത്. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ടത് ലോക്സഭ, ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോക്സഭയാണ്. അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കർ ആണെന്ന് ഓർത്തിരിക്കുക. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ലോക്സഭ അംഗത്തിന്റെ കാലാവധി ചോദിച്ചാലും എത്ര തന്നെയാണ്? 5 വർഷം തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിക്കും. 25 വയസ്സാണ്. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണെന്ന് നമ്മൾ പറഞ്ഞു. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, പക്ഷേ രാജ്യസഭ അംഗങ്ങൾക്ക് എന്തുണ്ട്? കാലാവധിയുണ്ട്. രാജ്യസഭ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട്. അപ്പൊ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രാജ്യസഭയെ നമ്മൾ ഉപരിസഭ എന്ന് പറയും അല്ലെ. ഉപരിസഭ, അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം ചോദിച്ചാൽ 30 വയസ്സാണ്. ലോക്സഭയിലേക്ക് 25 വയസ്സും രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള കാലാവധി 30 വയസ്സുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചും ലോക്സഭയിലേക്കാണെങ്കിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അനുസരിച്ചുമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. ബി, സി, ഡി എന്നിവ ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. ബി, സി, ഡി എന്നിവ ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റിപ്പോയത്? എ മാത്രം. വൈക്കം സത്യാഗ്രഹം 1928 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 36, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 36, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശരിയായത് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടേതാണ് വേദാധികാര നിരൂപണം. ദെൻ വാഗ്ഭടാനന്ദന്റേതാണ് അഭിനവ കേരളം. ഇവിടെ പ്രാചീന മലയാളം എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. ഈ പ്രാചീന മലയാളം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. അതുകൊണ്ടാണത് തെറ്റിപ്പോയത്. അടുത്തത് 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആരാണ്? VP മേനോനാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ സെക്രട്ടറിയായി നിയമിച്ച കേരളീയനാണ് VP മേനോൻ. അടുത്ത ചോദ്യം ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഓപ്ഷൻ ബി ആണ്. ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. അപ്പൊ ഇതില് തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റ്. കർണാടകം നീലഗിരി എന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റാണ്. ഒഡീഷ സുന്ദർഗഡ് ശരിയാണ്. തമിഴ്നാട് സേലം ശരിയാണ്. ജാർഖണ്ഡ് സിഗ്ഭം ശരിയാണ്. കർണാടകം നീലഗിരി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. നീലഗിരി എന്ന് പറയുന്നത് എവിടെ തന്നെയാണ്? തമിഴ്നാട് തന്നെയാണ് നീലഗിരി വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണത് തെറ്റിപ്പോയത്.
അടുത്ത ചോദ്യം, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏതു പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം പർവ്വതനിരയാണ്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? സിന്ധു നദിയുടെ പോഷക നദികൾ സത്ലജ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചൈനയാണ്. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ചൈന. അടുത്തത്, കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരിയല്ലാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് ബന്ധമുള്ളത് നോക്കുക. ഇടനാടുകളെ സംബന്ധിച്ച് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമാണ് ഇടനാടുകൾ എന്ന് പറയുന്നത്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് ഇടനാട് എന്ന് പറയുന്നത്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് വരുന്നത് ഇടനാട് വരുന്നത്. ഓർത്തിരിക്കുക. മലനാടിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് പറയുന്നത്. ഈ മലനാട്ടിൽ എന്തൊക്കെയാ ഉള്ളത്? ഉയരം കൂടിയ കുന്നുകളും മലകളും. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തിനെ കുറിച്ചാ? മലനാടിനെ കുറിച്ചാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഭൂരിഭാഗവും വനങ്ങളാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതും മലനാടിന്റെ സവിശേഷതയാണ്. മലനാടിന്റെ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ് ഉള്ളത്. SCERTയിൽ കൊടുത്തിട്ടുള്ള ഫാക്റ്റ് ആണ്. ഇനി ഇടനാടിനെ കുറിച്ച് SCERTയിൽ പറഞ്ഞിട്ടുള്ളതാണ് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്താണ്? ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് ഇടനാട് എന്നുള്ളത്. ഇനി തീരപ്രദേശം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 10% എന്ത് വരുന്നത്? തീരപ്രദേശം വരുന്നത്. നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം എന്ന് പറയുന്നത്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 9 ജില്ലകളിലാണ് കടൽ തീരം ഉള്ളത്. കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ചോദിച്ചാൽ 5 എണ്ണമാണ്. ഏതൊക്കെയാണ് കടൽ തീരം ഇല്ലാത്തത്? പത്തനംതിട്ട, പാലക്കാട്, വയനാട്, ഇടുക്കി, കോട്ടയം. പത്തനംതിട്ട, പാലക്കാട്, വയനാട്, ഇടുക്കി, കോട്ടയം എന്നിവിടങ്ങളിലാണ് എന്തില്ലാത്തത്? കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ എന്നുള്ളത് ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ 9 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കുറവ് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും കൂടുതലുള്ളത് എവിടെയാ? കണ്ണൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ശരിയായത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് വരുന്നത്. കബനി, പാമ്പാർ. ഇപ്പൊ ഏതൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ എന്ന് പറയുന്നത്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ എന്ന് പറയുന്നത്. അതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കബനി നദിയാണ് ഏറ്റവും വലുത്. കിഴക്കോട്ടൊഴുകുന്നതിൽ വലുത് ചോദിച്ചാൽ കബനി നദിയാണ്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ വയനാടിലെ തൊണ്ടാർമുടിയിൽ നിന്നുമാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. കബനി നദി ഒഴുകുന്നത് വയനാട് ജില്ലയിലൂടെയാണ് കബനി നദി ഒഴുകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. കബനി നദിയുടെ പോഷക നദികളാണ് പനമരം പുഴയും ബാവലിപ്പുഴയും കബനി നദിയുടെ പോഷക നദികളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കബനി നദി എന്ന് പറയുന്നത് പതിക്കുന്നത് കാവേരിയിലാണ്. കർണാടകയിലെ കാവേരിയിലാണ് ഏത് നദി പതിക്കുന്നത്? കബനി നദി പതിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ ഭവാനി നദി ഉത്ഭവിക്കുന്നത് നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത്. ഭവാനി നദി ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്?
പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി നദി ഒഴുകുന്നത്. ഭവാനി നദി ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലൂടെയാണ്. ശിരുവാണി, വരയാർ എന്നിവയാണ് പോഷക നദികൾ. ശിരുവാണി, വരയാർ എന്നിവയാണ് ഭവാനി നദിയുടെ പോഷക നദികൾ. പതിക്കുന്നത് തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ് പതിക്കുന്നത്. അതേപോലെ പാമ്പാർ, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പാമ്പാറാണ്. പാമ്പാറാണ് ചെറുത് എന്ന് പറയുന്നത്. തലയാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് പാമ്പാറാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പാമ്പാറിന്റെ പോഷക നദികളാണ് ഇരവികുളം, ചെങ്കലാർ, തേനാർ, തീർത്ഥമല, മൈലാടി എന്നിവ പോഷക നദികളാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ്. അതായത് താരതമ്യേന വീതി കുറവ്, കായലുകളും അഴിമുഖങ്ങളും കാണുന്നു. അപ്പൊ അത് രണ്ടും എന്തിന്റെയാണ്? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാ? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഇത് രണ്ടുമാണ് കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അടുത്ത ചോദ്യം, മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോലയാണ്. ഉടുമ്പൻചോല. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലം താലൂക്കാണ്. കോതമംഗലം താലൂക്ക്. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ നമ്മൾ പറഞ്ഞു. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ശരിയാണ്. ഇനി അടുത്ത രണ്ടാമത്തേത്, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. പെരിങ്ങൽകുത്ത് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ഇനി കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? താമരശ്ശേരി ചുരം. അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരി. അഴീക്കൽ കണ്ണൂർ എന്നുള്ളതും പൊന്നാനി മലപ്പുറം എന്നുള്ളതുമാണ് ശരി. ഇവിടെ നീണ്ടകര തിരുവനന്തപുരം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. നീണ്ടകര എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. പിന്നെ കായംകുളം എറണാകുളം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. കായംകുളം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴയിലാണ് കായംകുളം സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം എവിടെയാണ്? വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നതാണ് തിരുവനന്തപുരത്ത്. വിഴിഞ്ഞം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരമാണ്. ചേറ്റുവ ചോദിക്കാറുണ്ട്. ചേറ്റുവ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ബേപ്പൂർ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ബേപ്പൂർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. മുനമ്പമാണ് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. മുനമ്പം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി ചോദിക്കാറുണ്ട്. 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി. പള്ളിവാസൽ ഏത് നദിയിലാണെന്ന് ചോദിക്കാറുണ്ട്. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ. വർഷം 1940. ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഒരു ദൃശ്യകലയാണ് എന്നുള്ളതും പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട്. ദൃശ്യകലയാണ്. പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട്.
യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏതാണ്? യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപമാണ് ചവിട്ടുനാടകം. ചവിട്ടുനാടകം. അടുത്തത് കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയാണ്. പീച്ചി. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരാണ്? ഒന്നാം ട്രോപ്പിക തലത്തിലെ ജീവികൾ എന്ന് പറയുന്നത് എപ്പോഴും ഉൽപാദകർ ആയിരിക്കും. ഉൽപാദകർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന രോഗമാണ് എന്നുള്ളതാണ്. കോളറ എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. മലിനജലത്തിലൂടെയാണ് പകരുന്നത്. ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് മലിനജലത്തിലൂടെയല്ല, കൊതുക് വഴിയാണ് പകരുന്നത്. അപ്പോൾ അത് മാത്രം രണ്ടും തെറ്റിപ്പോയി. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന രോഗമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം. അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് മലമ്പനി. മലമ്പനി. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകം ഇരുമ്പാണ്. ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണ്. ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ, പ്രമേഹം, പക്ഷാഘാതം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. അടുത്തത് വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം ചേർക്കേണ്ടത് pH 5 വരുന്ന മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. അടുത്തത് ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. 2 ഇരുമ്പ് ക്രയോലൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്രയോലൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ അയിരാണ്. ഇരുമ്പിൻ്റേത് ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ബാക്കിയെല്ലാം ശരിയാ. അലൂമിനിയം, ബോക്സൈറ്റ്, സിങ്ക്, കലാമിൻ, കോപ്പർ, കുപ്രൈറ്റ് എന്നിവ കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, ഒരു വൈദ്യുതി ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജ പരിവർത്തനം. ജനറേറ്ററിൽ ഉണ്ടാവുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ആണ് ശരി. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ദെൻ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇവിടെ പ്രോട്ടോൺ ഹെൻറി മോസ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. പ്രോട്ടോൺ ആരാ കണ്ടെത്തിയ? ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ശരി. ഒരു വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് എന്നുള്ളതും, അതുപോലെ വസ്തുവിന്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും ഉണ്ടായിരിക്കുക. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്തത്, കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂർ. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ്. വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെയാണ് നൽകുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റല്ലേ? നമ്മൾ കുത്തിവയ്പ്പിലൂടെ മാത്രമല്ല വായിൽ തുള്ളി മരുന്നൊക്കെ ആയിട്ടും കൊടുക്കാറുണ്ട്. അത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാ. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അടുത്ത ചോദ്യം, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് തുടങ്ങിയവ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. കണ്ണ് കാണാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാണ് വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് തുടങ്ങിയവ. അടുത്തത്, ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉം. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് എന്നുള്ളതും, സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ് എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ളത്. പിന്നെ തന്നിരിക്കുന്നത് ഹൈഡ്രജൻ ഒരു ലോഹമാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു അലോഹമാണ്. ഇനി ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് റേഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടിയം, ട്രിഷിയം എന്നുള്ളതാണ്.
പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നുള്ളവയാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അടുത്തത്, ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്തവ ഓപ്ഷൻ സി ആണ്, 4 മാത്രം. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഖരപദാർത്ഥങ്ങളിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാവുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം വരെ കേൾക്കാൻ കഴിയും. അടുത്ത ചോദ്യം, എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവണ്ടി, ലൂയിസി ബ്രൂസ്, അലക്സി ഐ ഇക്യുമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2023 3 പേർക്ക് ലഭിച്ചു. മൗങ്കി ബവണ്ടി, ലൂയിസി ബ്രൂസ്, അലക്സൈ ഇക്യുമോവ്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്വാണ്ടം ഡോട്ട്സിന്റെ കണ്ടുപിടുത്തത്തിനാണ്. ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? സങ്കര ഇനം നെല്ലിനങ്ങൾ ഓപ്ഷൻ ഡി ആണ്, പവിത്ര, അന്നപൂർണ. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നൊക്കെ പറയുന്നത് നെല്ലിനങ്ങളാണ്. കിരൺ, അർക്ക എന്നിവ വെണ്ടയുടെ സങ്കരയിനങ്ങളാണ്. പിന്നെ ലോല മാലിക, ലോല മാലിക എന്ന് പറയുന്നത് പയറിന്റെ സങ്കരയിനങ്ങളാണ്. സൂര്യാശ്വേത എന്ന് പറയുന്നത് വഴുതനയുടെ സങ്കരയിനമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ വൃത്തിയായിട്ട് തന്നെ ഈ ചോദ്യങ്ങൾ നോക്കിയിട്ട് പോവുക. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ മുൻപ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്